ശബരിമല സന്നിധാനത്ത് രാവിലെ 11:02 കന്നിരാശിയിൽ ചടങ്ങുകൾ തുടങ്ങി. രാവിലെ കലശ മണ്ഡപത്തിൽ ശയ്യയിൽ ഉഷപൂജ കഴിഞ്ഞ് മരപ്പാണി കൂട്ടി. പിന്നീട് ഓരോ വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിച്ചു. കൃഷ്ണശിലയിൽ തീർത്ത പഞ്ചവർഗ തറയിലാണ് നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചത്. പിന്നീട് ഞവരനെല്ല് നിറച്ച താഴികക്കുടം പ്രതിഷ്ഠിച്ചു. ശേഷം അഷ്ടബന്ധ കലശവും ബ്രഹ്മകലശാഭിഷേകവും പ്രസന്ന പൂജയ്ക്കും ദീപാരാധനയ്ക്കും ശേഷം ചടങ്ങുകൾ അവസാനിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകളിലെ പ്രധാനി. ഇനി കർക്കിടക മാസ പൂജയ്ക്കായി 16-ാം തീയതി വൈകിട്ട് നട തുറക്കും. നിറപുത്തരി ചടങ്ങിനായി ഈ മാസം 29-ന് നട തുറക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു. ഭക്തരുടെ ചിരകാല അഭിലാഷത്തിന് ഇന്ന് സഫലമായിരിക്കുകയാണ്. 2013 ദേവപ്രശ്നത്തിലൂടെ കണ്ടെത്തിയ നവഗ്രഹ പ്രതിഷ്ഠാ സമർപ്പണം ഇന്ന് മാളികപ്പുറത്ത് നടന്നിരിക്കുകയാണ്. ബഹുമാന്യനായ തന്ത്രി കണ്ഠരര് രാജീവര് അതിൻ്റെ പുണ്യകർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. എത്രയോ കാലത്തെ ഭക്തജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവുമാണ് മാളികപ്പുറത്ത് നവഗ്രഹത്തിൻ്റെ പുനഃപ്രതിഷ്ഠ. അത് സഫലമാക്കാൻ കഴിഞ്ഞതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കടമയാണ്. വരുന്ന മകരവിളക്ക് മഹോത്സവത്തിനും തുടർന്നുള്ള മാസപൂജയ്ക്കും പൂജയ്ക്കുമായിട്ടൊക്കെ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. 30-നാണ് നിറപുത്തരി പൂജ. ഒരു മാസത്തിൽ 3 തവണ നട തുറക്കുന്ന അപൂർവത കൂടി ഇത്തവണയുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠ സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണിത്. നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഭക്തരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മാറ്റി സ്ഥാപിക്കാൻ, നവഗ്രഹ മണ്ഡപം മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത്. ദേവപ്രശ്നത്തെ അങ്ങനെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവഗ്രഹ മണ്ഡപം മാറ്റി സ്ഥാപിച്ച് നവഗ്രഹ പ്രതിഷ്ഠ ഇന്ന് നടത്തിയിട്ടുള്ളത്. സുപ്രസിദ്ധരായിട്ടുള്ള ശില്പി മഹേഷ് പണിക്കരാണ് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം സമയബന്ധിതമായി ഈ പ്രതിഷ്ഠ ഇവിടെ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും വഹിച്ചു. എല്ലാവരുടെയും സന്തോഷത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞങ്ങൾ പങ്കുചേരുകയാണ്. ശബരിമല സന്നിധാനത്ത് പുതുതായി നിർമ്മിച്ച നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം പൂർത്തിയായി. ആയിരക്കണക്കിന് ഭക്തരാണ് നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ കാണാനായി എത്തിയത്. ഉത്തരായനം കഴിയും മുൻപ് പ്രതിഷ്ഠ പൂർത്തിയാക്കാനാണ് വെള്ളിയാഴ്ച നട തുറന്ന് പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത്. ഇന്ന് രാത്രി നട അടയ്ക്കും. 9 മലയാളം ന്യൂസ്, സന്നിധാനം.